നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന വേളയിൽ കോൺഗ്രസ് പാർട്ടിയിൽ ആര് നിലമ്പൂർ സ്ഥാനാർത്ഥിയാകും എന്ന തിരക്കിട്ട ചർച്ചകൾ നടക്കുമ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടി പ്രതിപക്ഷം ചില പ്രക്ഷോഭങ്ങൾ നടത്തുന്നത് മറന്നുപോയോ എന്ന് നമുക്കിവിടെ ചോദിക്കേണ്ടി വരും. അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ മുഖ്യമന്ത്രി കാസർഗോഡ് നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ 4 ജില്ലകളിൽ കൂടി അദ്ദേഹം കണ്ണൂർ, തിരുവനന്തപുരം, കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിൽ അദ്ദേഹം പര്യടനം നടത്തുമ്പോൾ എന്തേ ഒരു പദയാത്ര പോലും കോൺഗ്രസ് അല്ലെങ്കിൽ ഐക്യമുന്നണി നടത്തുന്നില്ല? നീണ്ട 9 വർഷം കേരളത്തിൽ ഇത്തരത്തിൽ പിണറായി വിജയന്റെ ഭരണത്തിന്മേലുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരം സമൂഹത്തിൽ നിൽക്കുന്ന അവസരത്തിൽ കോൺഗ്രസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പിറകെ പോകുമ്പോൾ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ യാത്ര, അതായത് അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾ വിളംബരം ചെയ്യുന്ന യാത്രയ്ക്ക് എതിരെ ഒരു പദയാത്ര പോലും ഇതുവരെയും കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടില്ല. കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രണ്ടാം ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളൊക്കെ തന്നെ എണ്ണി പറഞ്ഞുകൊണ്ട് ഈ ഭരണ നേട്ടങ്ങൾ അദ്ദേഹം വിവരിക്കുമ്പോൾ ചോദ്യങ്ങളുമായി അദ്ദേഹത്തിനെ നേരിടാൻ ഇവിടെ നാം ഒരു നേതാക്കളെയും കാണുന്നില്ല. KM എബ്രഹാം എന്ന സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയെ ഹൈക്കോടതി തന്നെ അദ്ദേഹത്തിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം ഹൈക്കോടതി തന്നെ CBI അന്വേഷണം വേണം എന്ന് പറയുന്ന ഈ അവസരത്തിൽ എന്തേ ഇവിടുത്തെ പ്രതിപക്ഷം എവിടെ പോയി? ഒരു പ്രക്ഷോഭ പരിപാടികൾ പോലും ഈ KM എബ്രഹാമിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയെ വഴിതടയുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ മുന്നേറ്റ യാത്ര നടത്തുമ്പോൾ ഒരു പ്രതിഷേധ പ്രകടനമെങ്കിലും നടത്തേണ്ടതല്ലേ? ആശമാരുടെ സമരത്തിന് ഏറ്റുപിടിച്ച ഈ പറയുന്ന ഐക്യമുന്നണി, ആശമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കോൺഗ്രസ് അടങ്ങുന്ന ഐക്യജനാധിപത്യ മുന്നണി അത്ര കണ്ട് ശക്തമായി അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്നു. ഏതായാലും KM എബ്രഹാം എന്ന സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് സംഭവിച്ച ഈ വീഴ്ച പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ നേരിടുന്ന SFIO അന്വേഷണം, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ആരോപണങ്ങൾ നിൽക്കുന്ന ഈ അവസരത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷം എവിടെ പോയി? ഇവിടുത്തെ പ്രതിപക്ഷത്തിനൊന്നും ചോദിക്കാനില്ലേ? ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ 9 വർഷമായി പിണറായി വിജയൻ സർക്കാർ ആദ്യത്തെ 5 വർഷം തുടർന്നിതാ ഇപ്പോൾ 4ാം വർഷം ആഘോഷിക്കുമ്പോൾ പറയാൻ ഒരു കാരണങ്ങളുമില്ലേ? ഈ മുഖ്യമന്ത്രിയുടെ ഭരണം ഇനി ഒരു ഭരണ തുടർച്ച കൂടെ തങ്ങൾ കിട്ടുമെന്ന് തെല്ലഹങ്കാരത്തോടെ പറയുന്നവർക്കെതിരെ നിങ്ങൾ എന്തു ചെയ്തു? നിങ്ങൾ ഈ കാണിക്കുന്ന കള്ളത്തരങ്ങൾ അല്ലയോ നാട്ടാരെ നിങ്ങൾ അറിയുന്നില്ലേ എന്ന് പ്രതിപക്ഷത്ത് ഒരു മുന്നണിയിലെയും ആരും ഒന്നും പറയുന്നതായി കാണുന്നില്ല. നിയമസഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തുടങ്ങി ഗർജിക്കുന്ന സിംഹങ്ങളായി നിരവധി പേരുണ്ട്, യുവ നേതാക്കളുണ്ട്. എന്നിട്ടെന്തേ നിങ്ങൾക്കാർക്കും നാവില്ലേ? ഈ പദയാത്ര നടത്തുമ്പോൾ, ഈ ഒരു ജനമുന്നേറ്റ യാത്ര, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയുടെ വാർഷികം അദ്ദേഹം ആഘോഷിക്കുമ്പോൾ എന്തേ നിങ്ങൾക്കാർക്കും മറുവാക്കില്ലേ എന്ന് കേരള സമൂഹം നിങ്ങളോട് ചോദിച്ചു പോകുകയാണ്. ലജ്ഞാകരമാണ്, തീർത്തും ലജ്ഞാകരമാണ്. നിങ്ങൾ ഈ പറയുന്ന യാത്രയ്ക്കെതിരെ ഒരു ചെറു ശബ്ദം പോലും ഉയർത്താത്തതിൽ കേരള സമൂഹം ലജ്ജിക്കുന്നു. അല്ലയോ പ്രതിപക്ഷമേ? ഇനി ഒരു വേള കൂടി ഈ അഹങ്കാരം നിറഞ്ഞ ഭരണം കേരളം സഹിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, അത് നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. ഭരണവിരുദ്ധ വികാരം അത്ര കണ്ടിവിടെയുണ്ട്. മലപ്പുറം പോലൊരു സ്ഥലത്ത് നിലമ്പൂര് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കും, അത് ഉറപ്പാണ്. അതിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ മറന്നുപോകുന്നു ഈ മുഖ്യമന്ത്രിയുടെ കൊട്ടിഘോഷിക്കൽ. ഈ പറയുന്ന സാധാരണക്കാർക്ക് ലഭിക്കേണ്ട, സാധാരണക്കാരന്, അതായത് വാർദ്ധക്യത്തിൽ നിൽക്കുന്ന അവർക്ക് വാർദ്ധക്യകാല പെൻഷൻ, ക്ഷേമ പെൻഷൻ തുടങ്ങിയിട്ട് ലൈഫ് മിഷൻ പരിപാടികൾ മുതൽ കാരുണ്യ പദ്ധതികളുടെ ഒക്കെ തന്നെ തുക മുടങ്ങിയിരിക്കുന്ന ഈ അവസരത്തിൽ ഈ സർക്കാരിനെതിരെ മുഖ്യമന്ത്രി ചെയ്തു എന്ന് കൊട്ടിഘോഷിക്കുന്നതിനെതിരെ നിങ്ങൾ ഒരു ചെറുവിരലെങ്കിലും അനക്കണം എന്ന് കേരള സമൂഹം ആഗ്രഹിക്കുന്നു. എങ്കിൽ മാത്രമേ നിലമ്പൂർ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കൊരു വിജയമുണ്ട് എന്നുണ്ടെങ്കിൽ ആ വിജയത്തിന്റെ തുടർച്ചയായി ഒരു ഭരണം നിങ്ങൾക്ക് വരുന്ന 1 വർഷം കഴിഞ്ഞെങ്കിലും കിട്ടുള്ളൂ എന്ന് നിശബ്ദം നിങ്ങളോട് പറയുന്നു. പോരാ നിങ്ങളുടെ പോരാട്ടമെന്ന്.